ബാർകോഴ വിഷയത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷിന്റെ തൃത്താല ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ കുടുംബത്തോടൊപ്പമുള്ള വിദേശയാത്ര ബാർ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പിലാണെന്നും കേരള ജനതയെ മദ്യലോബികളുടെ കയ്യിൽ കൊടുത്ത് മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന മന്ത്രി ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിൽ തുടരാൻ അർഹനല്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികൾ ഒ.കെ. ഫാറൂഖ്, വിനോദ് ചെറാട്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, ജിതേഷ് നാരായണൻ, അരുൺ കുമാർ, പാലക്കുറിശി, ജില്ലാ ഭാരവാഹികളായ കെ.പി. ലിജിത് ചന്ദ്രൻ, പി.ടി. അജ്മൽ, ശ്യാം ദേവദാസ്, ഇജാസ്, സനോജ്, ദിലീപ്, വത്സൻ, എ. ഷഫീഖ്, ടി.എം. നഹാസ്, ജയശങ്കർ കൊട്ടാരത്തിൽ, സാജൻ കോട്ടപ്പാടം, ജിഷിൽ രാമചന്ദ്രൻ, നവാസ്, നസീർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. സെൽഫി എടുക്കും ഇന്റെ ഫോൺ എടുക്കും. കട കിട്ടിയാ ടെർബോ സിനിമ ഇറങ്ങിയപ്പോ അതിന് ഒരു ദിവസത്തെ കളക്ഷൻ 6 കോടിയാണ്. പക്ഷെ രാജപ്പൻ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന എം.പി. രാജേഷ് 25 കോടി രൂപയുമായിട്ടാണ് ഈ നാട് വിട്ട് വിദേശത്ത് ഭാര്യയും മക്കളെയും കൂട്ടി ഉലകം ചുറ്റാൻ പോകുന്നത് എന്ന് പറയുമ്പോ ഈ രാജേഷ് ഈ അഴിമതി പണം ഉപയോഗിച്ചുകൊണ്ട് ഊര് ചുറ്റാനല്ല തന്നെ പോലെയുള്ള ഈ ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾ മന്ത്രിയാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എവിടുന്നാണ് മന്ത്രിക്കും മന്ത്രിയുടെ ഭാര്യക്കും കുടുംബക്കാർക്കും മക്കൾക്കും ഒക്കെ വിദേശത്ത് ടൂർ പോകാൻ എവിടുന്നാണ് പണം? മന്ത്രിക്ക് എത്രയാണ് ശമ്പളം? ദിവസം ഒരു ശബ്ദ സന്ദേശം കേരളത്തിലെ തെരുവുകളിൽ കേൾക്കുകയുണ്ടായി. കേരളത്തിലെ 900 അധികം വരുന്ന ബാർ മുതലാളിമാരിൽ നിന്നും 2.5 ലക്ഷം രൂപ വെച്ച് പിരിവ് നടത്തി കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തൃത്താലയുടെ എം.എൽ.എ. എം.പി. രാജേഷിനും കൊടുക്കണം എന്ന് പറയുന്ന ശബ്ദ സന്ദേശമാണ് നമ്മളൊക്കെ കേൾക്കുകയുണ്ടായത്.
അതിന് നേതൃത്വം കൊടുക്കുന്ന, പിരിവിന് നേതൃത്വം കൊടുക്കുന്ന, കള്ളത്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി ഈ തൃത്താലയുടെ അപമാനമായി കൊണ്ടുള്ള MP രാജേഷ് എന്ന ആളുകളാണ്. ആളുടെ വീട്ടിലാണോ, മന്ത്രിയുടെ ഓഫീസിലാണോ, ക്ലിക്ക് ഹൗസിലാണോ ഈ നോട്ടുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നുള്ള സംശയമാണ് കേരള സമൂഹത്തിനുള്ളത്. ഇതിനെല്ലാം പകരം ചോദിക്കുന്നതിന് വേണ്ടി, ഇതിനെല്ലാം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇതൊരു സൂചന സമരമായി കൊണ്ടാണ് ഈ മാർച്ചിനെ കാണുന്നത്. വരും ദിവസങ്ങളിൽ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല, കേരള സമൂഹം മുന്നോട്ട് വെക്കുന്നില്ല. മന്ത്രിയുടെ രാജിയിൽ നിന്ന് ഒരു പടി പിന്നോട്ട് മാറാൻ യൂത്ത് കോൺഗ്രസും UDF-ഉം കേരളത്തിലെ കോൺഗ്രസും പിന്നോട്ടില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.